വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അഗ്നിയയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അഗ്നിയയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഈശോയിൽ പ്രിയപ്പെട്ട വചനാഗ്നി പ്രേക്ഷകർക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ശാന്തമായി കണ്ണുകളടച്ച് വ്യക്തിപരമായി ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുന്ന് ഞങ്ങളുടെ കൂടെയുണ്ട്. അവിടുന്ന് ഞങ്ങളെ ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ മണിക്കൂറിൽ ഞങ്ങളിൽ നിന്ന് അവിടുന്ന് എന്താഗ്രഹിക്കുന്നുവോ അത് ഞങ്ങളിലൂടെ സംഭവിക്കട്ടെ. വചനം കേൾക്കുവാനും കേട്ട വചനത്തിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് വിലയിരുത്തുവാനും കുറവുകളെ പരിഹരിക്കുന്ന അങ്ങയുടെ കൃപയാൽ അവ പരിഹരിച്ച് ദൈവമഹത്വത്തിനായി ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനും അവിടുന്ന് അനുഗ്രഹിക്കുന്നു. ഈ വചനം ആത്മാവും ജീവനുമാണല്ലോ. ഇത് കേൾക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണം. ഞങ്ങളുടെ മനസ്സിലെ നിയോഗങ്ങൾ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ, ഞങ്ങളുടെ ഭാരങ്ങൾ എല്ലാം അറിയുന്ന ഈശോയെ, ഈ വചന ശുശ്രൂഷയുടെ സമയത്ത് അങ്ങയുടെ ശക്തി വചനത്തിലൂടെ ഞങ്ങളിലേക്ക് ഒഴുക്കണം. ഞങ്ങളെ വിശുദ്ധീകരിക്കുമാറാകണം. ഞങ്ങളെ ശക്തിപ്പെടുത്തണം. ഞങ്ങളെ അങ്ങയുടെ ആശ്വാസം നൽകി ആനന്ദിപ്പിക്കണം. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, ചാർച്ചക്കാരെ, ബന്ധുമിത്രാദികളെ, പ്രത്യേകിച്ച് അങ്ങയുടെ കൃപ, കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള എല്ലാവരെയും ഈ നിമിഷം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായി മനസ്സിൽ നിയോഗങ്ങൾ കണ്ട് കർത്താവ് അനുഗ്രഹിക്കുന്നതായി കണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിലെ 1 മുതലുള്ള തിരുവചനങ്ങളാണ്. നമുക്കറിയാം, ബൈബിളിൽ രക്ഷാകര ചരിത്രം ആരംഭിക്കുന്നത് അബ്രാഹത്തിൻ്റെ വിളിയോടുകൂടിയാണ്. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ 11 അധ്യായങ്ങൾ ചരിത്രാതീത ചരിത്രമാണ്. യഥാർത്ഥ ചരിത്രത്തിന് മുമ്പുള്ള ഒരു ആമുഖം, ചരിത്രത്തെ പരിചയപ്പെടുത്താനായിട്ട് എഴുതപ്പെട്ട 11 അധ്യായങ്ങൾ. ഇവിടെ
ബൈബിൾ പണ്ഡിതന്മാർ അടിവരയിട്ട് പറയുന്ന ഒരു യാഥാർത്ഥ്യം, ഈ 11 അധ്യായങ്ങളിലെ സംഭവങ്ങൾ ഒരിക്കലും സംഭവിച്ച കാര്യങ്ങളല്ല, മറിച്ച് ദൈവത്തിൻ്റെ ജനം തങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ച്, തങ്ങളും ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അവരുടെ ജീവിത അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വിശ്വാസ സമൂഹത്തിന് വിശദമാക്കി കൊടുക്കാനായിട്ട് അന്നത്തെ ബാബിലോണിയൻ പശ്ചാത്തലത്തിൽ രൂപീകൃതമായിരുന്ന കഥാസമാഹാരങ്ങളും സംവിധാനങ്ങളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് രൂപപ്പെടുത്തിയ ഒരു ലിറ്ററൽ ഫോമാണ്. ഈ ഒരു വെളിച്ചത്തിൽ നമ്മൾ ഈ വചനത്തെ കാണുമ്പോൾ ഈ നമ്മുടെ ചിന്താവിഷയം കായേനും ആബേലുമാണ്. കായേനും ആബേലും പ്രതീകാത്മകമാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ 11 അധ്യായങ്ങളിൽ സർവശക്തനായ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെക്കുറിച്ചും ദൈവമാണ് ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന സത്യത്തെക്കുറിച്ചും ദൈവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ജനം പാപം മൂലം അകന്നുപോയപ്പോഴും ആ പാപത്തിൻ്റെ പരിണതഫലമായിട്ടുണ്ടായ ശിക്ഷ മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുമ്പോഴും ദൈവം കരുണ കാണിച്ചുകൊണ്ട് അവനെ രക്ഷയിലേക്ക് ആനയിക്കുന്നു എന്ന സത്യം ഇത് പഠിപ്പിക്കാനായിട്ട് രൂപപ്പെടുത്തിയ അവതരണ ശൈലികളോടുകൂടിയ പുസ്തകമാണ് ഉൽപ്പത്തിയുടെ ആദ്യ അധ്യായങ്ങൾ. പഞ്ചഗ്രന്ഥി രൂപപ്പെടുന്നതിന് 4 പ്രധാനപ്പെട്ട സോഴ്സുകൾ കാരണമായിട്ടുണ്ടോ എന്ന് ബൈബിളിൽ പഠിക്കുന്ന നമുക്കെല്ലാം അറിയാം. ഈ 4 സോഴ്സുകളിൽ എഴുതപ്പെട്ട ദൈവിക വചനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് പഞ്ചഗ്രന്ഥി രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കായേനും ആബേലുമാണ് നമ്മുടെ കഥാപാത്രങ്ങൾ. ഒരിക്കലും ആദം എന്ന് പറയുന്ന വ്യക്തിയുടെ, ഹവ എന്ന് പറയുന്ന വ്യക്തിയുടെ 2 ആൺമക്കളാണ് ആബേലും കായേലും എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. മറിച്ച് മനുഷ്യവംശത്തിൻ്റെ 2 പ്രത്യേകതകൾ കാണിക്കുന്ന പ്രതീകാത്മക കഥാപാത്രങ്ങളാണ്. ഒന്നാമത്തെ കഥാപാത്രം കായേനാണ്. കായേൻ ഉചിതമായത് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യൻ. അവനെക്കുറിച്ച് യാതൊരു കുറവുകളും ബൈബിൾ പറയുന്നില്ല. പക്ഷേ ഒരു പ്രശ്നം, ഉചിതമായത് പ്രവർത്തിക്കാൻ അവന് കഴിയുന്നില്ല. ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യനാകാൻ കഴിയുന്നില്ല. പടിവാതിൽക്കൽ പതിയിരിക്കുന്ന പാപത്തിന് അവൻ വശീകരിക്കപ്പെട്ടു പോകും. എന്നാൽ ആബേലാകട്ടെ, അവനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ബൈബിൾ രേഖപ്പെടുത്തുന്നില്ല എങ്കിൽ പോലും ദൈവത്തിന് പ്രീതികരമായ ഒരു ജീവിതം നയിച്ചവനാണ്. വചനത്തിൽ നമ്മൾ വായിക്കുന്നു, ആബേലിലും അവൻ്റെ കാഴ്ചകളിലും ദൈവം പ്രസാദിച്ചു. ആബേലിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു എന്ന് പറയുമ്പോൾ കായേനിൽ പ്രസാദിച്ചില്ല എന്ന് തുടർന്നുള്ള വചനം പറയുന്നു. കായേനിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. ഇത് കായേനെ അത്യധികം കോപിപ്പിച്ചു. അപ്പോൾ നമുക്കറിയാം, ഇവിടെ കൃഷിക്കാരനായ കായേനാണ് തൻ്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിക്കുന്നത്. ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൻ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു. ഈ കാഴ്ച വസ്തുക്കളിലല്ല പ്രശ്നം, മറിച്ച് കാഴ്ച അർപ്പിച്ച വ്യക്തികളിലാണ് പ്രശ്നം. കായേനിലും കായേൻ എന്ന് പറയുന്ന വ്യക്തിയിൽ ദൈവം പ്രസാദിക്കാത്തത് കൊണ്ട് അവൻ്റെ കാഴ്ച വസ്തുക്കളിൽ പ്രസാദിച്ചിട്ടില്ല. ആബേൽ എന്ന വ്യക്തിയിൽ ദൈവം സംപ്രീതനായതുകൊണ്ട് അവൻ്റെ കാഴ്ച വസ്തുക്കൾ ദൈവം സ്വീകരിച്ചു. കാഴ്ച വസ്തുക്കളല്ല, കാഴ്ച അർപ്പിക്കുന്നവനാണ് പ്രധാനം. ഇവിടെ ഇത് 2 പ്രതീകമാണ്. ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും കായേനായും ആബേനായും ഒക്കെ മാറാറുണ്ട്. നമ്മളൊക്കെ ബലിയർപ്പിക്കുന്നവരാണ്. നമ്മുടെ ബലിയർപ്പണം ദൈവത്തിന് പ്രീതികരമായി മാറണമെങ്കിൽ നമ്മൾ ദൈവത്തിന് പ്രീതിയുള്ളവരാകണം. നീ ബലിയർപ്പിക്കാനായി ബലിവേദിയിലേക്ക് പോകുമ്പോൾ
ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ടെന്ന് തോന്നുന്ന പക്ഷം നിന്റെ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി രമ്യതപ്പെട്ട ബലി അർപ്പിക്കുക. നീ യോഗ്യനാകണം. ദൈവത്തിൻ്റെ പ്രീതിക്ക് കാരണഭൂതരായ വ്യക്തികൾ അർപ്പിക്കുന്ന ബലിയാണ് ദൈവത്തിന് സ്വീകാര്യം. എന്തുകൊണ്ട് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കുവാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. എന്നാൽ നിൻ്റെ പാപങ്ങൾ ദൈവത്തെയും നിന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, നിൻ്റെ അകൃത്യങ്ങൾ അവിടുത്തെ മുഖത്തിൽ നിന്ന് മറച്ചിരിക്കുന്നു. ദൈവവുമായി ഒരു അകലമുണ്ടാവുന്നു. ഈ അകലത്തിലായിരിക്കുന്നവൻ ബലിയർപ്പിച്ചാൽ ദൈവത്തിന് പ്രീതികരമാവുകയില്ലേ? അപ്പോൾ ദൈവത്തിൽ നിന്ന് അകലെയായിരിക്കുന്നവൻ കായേൻ്റെ പ്രതീകമാണ്. ദൈവത്തോട് അടുത്തായിരിക്കുന്നവൻ, ദൈവത്തിന് പ്രീതികരമായ ബലിയർപ്പിക്കുന്നവൻ ആബേലാണ്. അപ്പോൾ ദൈവത്തിന് പ്രീതികരമായ വിധത്തിൽ പ്രവർത്തിക്കുന്നവരെ നശിപ്പിക്കുവാനായിട്ടുള്ള ഒരു പ്രവണത സ്വാഭാവികമായിട്ടും ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരിലുണ്ട്. ആബേല് ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യനായി എന്ന ഒറ്റ കാരണത്താലാണ് കായേൻ ആബേലിനോട് കോപിക്കുന്നത്. ദൈവത്തിന് സ്വീകാര്യമായ വിധത്തിൽ ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ജീവിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ നമ്മളെ ദ്വേഷിക്കുന്ന ആളുകളുണ്ടാവും, നമ്മളോട് കോപിക്കുന്ന ആളുകളുണ്ടാവും. അവിടെ നമ്മൾ ഒരിക്കലും കായേനെ പോലെ ആകേണ്ടവരല്ല, ആബേലിനെ പോലെ ആകേണ്ടവരാണ്. നശ്വരമായി ലോകത്തിനു വേണ്ടിയല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. നിത്യജീവൻ്റെ അനശ്വരമായ ലോകം സ്വപ്നം കണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെ നമ്മൾ നശിപ്പിക്കപ്പെട്ടേക്കാം, ഇവിടെ നമ്മൾ തകർക്കപ്പെട്ടേക്കാം. എല്ലാ തരത്തിലും പീഡനങ്ങളും നൊമ്പരങ്ങളും അവഹേളനങ്ങളും പരിഹാസങ്ങളും നിന്ദനങ്ങളും നമുക്ക് അവകാശമായി ലഭിച്ചേക്കാം. പക്ഷേ അവിടെ തകരാതെ ആബേലിനെ പോലെ ദൈവത്തിന് പ്രീതികരമായ വിധത്തിൽ മുന്നോട്ട് പോകുവാനുള്ള ഒരു മുന്നറിയിപ്പ് വചനം നമുക്ക് തരുകയാണ്. ഒരിക്കലും കായേനെ പോലെ ആകരുത്, കോപിക്കുവാനിട വരരുത്. കോപം അസൂയയായി, അസൂയ കൊലപാതകമായിട്ട് പിന്നെ മാറുകയാണ്. ഗൂഢാലോചന നടത്തിയാണ് കായേൻ ആബേലിനെ കൊല്ലുന്നത്. ഈ കായേനും ആബേലും നമ്മുടെ ജീവിതത്തിൽ മാറി മാറി വരുന്ന സ്വഭാവ പ്രക്രിയ പ്രത്യേകത സൂചിപ്പിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞു. നമ്മളിതിൽ നല്ല ഭാഗം തിരഞ്ഞെടുക്കണം. ജീവിതത്തിൽ എല്ലാവർക്കും ഏറ്റക്കുറച്ചിലുകളുണ്ടാവും, പോരായ്മകളുണ്ടാവും. പക്ഷേ ഈ തിന്മയുടെ സ്വാധീനത്തിൽ പെട്ടുപോയാൽ പിന്നെ കായേനെ പോലെ നാം തിന്മയുടെ ലോകത്തിലായി പോവുകയാണ്. ദൈവം കായേനോട് സംസാരിക്കുന്നതായിട്ട് വചനത്തിൽ കാണുന്നു. നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്ക് തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ തിരുവചനം കേൾക്കുമ്പോൾ എന്നിലും നിങ്ങളിലും ഈ കായേൻ സ്വഭാവമുണ്ടെങ്കിൽ അതിനെ കീഴടക്കണം. പതിയിരിക്കുന്ന സാത്താനെ കീഴടക്കണം, അവൻ്റെ മേൽ വിജയം നേടണം. എന്നാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്ത കാര്യം കായേന് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അവൻ ആബേലിനോട് കയർത്ത് അവനെ കൊന്നു. ദൈവത്തിനു മുമ്പിൽ ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്ന് മറുചോദ്യം കായേൻ ചോദിക്കുകയാണ്. ആബേൽ എന്ന് പറയുന്ന നിസ്സഹായനായ ഒരു മനുഷ്യൻ, അവനാകെ ചെയ്ത തെറ്റെന്താണ്? അവൻ ദൈവത്തിന് മുമ്പിൽ പ്രീതികരമായ ബലി അർപ്പിച്ചു എന്നൊരൊറ്റ തെറ്റ് മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ. ഇതും ഒരുപക്ഷെ നമ്മുടെയൊക്കെ പ്രതീകമാണ്. നമ്മളൊക്കെ കർത്താവിൻ്റെ സഭയിലെ അംഗങ്ങൾ എന്ന നിലയിൽ ദൈവത്തിന് സ്വീകാര്യമായ ജീവിതം നയിക്കുമ്പോൾ ഇതേ നമ്മൾ പ്രതീക്ഷിക്കാവൂ. മറ്റുള്ളവരിൽ നിന്ന് അവകാശമായി ലഭിച്ചിരിക്കുന്നത് ആബേലിന് കിട്ടിയത് തന്നെയാണ്. നന്മയുടെ പ്രതീകമായ ആബേൽ കൊല്ലപ്പെട്ടതുപോലെ ഈ ലോകത്തിൽ നന്മയെ കൊല്ലുവാനുള്ള ഒരു വ്യഗ്രത എപ്പോഴും ഉണ്ട്. ഇന്നത്തെ ആധുനിക ജീവിത സാഹചര്യങ്ങൾ നമ്മൾ വിലയിരുത്തുക. നമുക്കറിയാം,
ഇന്നത്തെ മാധ്യമങ്ങളൊക്കെ വിചാരണ നടത്തുന്ന എവിടെയാണ്? എവിടെ നന്മയുണ്ടോ ആ നന്മയെ കെടുത്താനുള്ള ഏത് മാർഗവും അവലംബിക്കുവാനായിട്ട് മടിയില്ലാത്ത വിധം കായേൻ സംസ്കാരം ലോകത്ത് വർദ്ധമാനമാവുകയാണ്. നമുക്ക് വേണ്ടത് കായേൻ സംസ്കാരമല്ല. നമുക്ക് വേണ്ടത് കായേൻ സംസ്കാരത്തിലും പതറാത്ത ഒരാബേൽ സംസ്കാരമാണ്. ആബേൽ സംസ്കാരം മരിക്കാനിട ആകരുത്. ഈ ലോകത്തിൽ ഒരുപക്ഷെ തകർക്കപ്പെട്ടാലും ഈ ആബേൽ സംസ്കാരം വീണ്ടും വീണ്ടും തഴച്ചു വളരണം. ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കണം. ഇടുങ്ങിയ വഴിയിലൂടെയുള്ള യാത്രയാണ് സ്വർഗത്തിലേക്കുള്ള യാത്ര. ഈ വഴിയെ പോകുന്നവർ ചുരുക്കമാണ്. എന്നാൽ നാശത്തിലേക്കുള്ള വഴി വിശാലമാണ്. അതുവഴി പോകുന്നവർ ഏറെയാണ്. നാശത്തിൻ്റെ വഴി വിട്ട് രക്ഷയുടെ പാതയിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ ഈ വചനത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമ്മളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തെ തകർക്കുന്ന ഒത്തിരിയേറെ പ്രതിസന്ധികൾ കടന്നു വരുന്നുണ്ട്. ഈ പ്രതിസന്ധികളിൽ ഒരിക്കലും നമ്മൾ പതറരുത്. സഭയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, അവഹേളനങ്ങൾ, നിന്ദനങ്ങളൊക്കെ കേട്ട് നാം ഒരിക്കലും മനസ്സുമടുക്കരുത്. ആബേലിനെ കൊല്ലാനുള്ള ശ്രമമാണ് ഇതെന്ന് തിരിച്ചറിയണം. ദൈവത്തിന് പ്രീതികരമായ വിധത്തിൽ ഈ ലോകത്തിലുള്ള ജനതകൾക്ക് മുഴുവൻ പ്രകാശമായി സഭ പ്രവർത്തിക്കുമ്പോൾ ലക്ഷക്കണക്കിന് വൈദികരിലൂടെ, സമർപ്പിതരിലൂടെ, അൽമായരിലൂടെ നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെ പ്രേക്ഷിത ചൈതന്യം പ്രസരിക്കുമ്പോൾ പതിയിരിക്കുന്ന പാപം ഖായേനിലൂടെ പുറത്തു വരും എന്ന് തിരിച്ചറിയണം. ഈ പതിയിരിക്കുന്ന പാപത്തെ കീഴടക്കാൻ കഴിയാത്ത കായേന്മാരുടെ എണ്ണം കൂടുമ്പോൾ അവർ സടകുടഞ്ഞ് എഴുന്നേൽക്കുമെന്ന് സത്യം നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഞാനും നിങ്ങളും കായേനായി മാറരുത്. സഭയെ കൊല്ലുന്ന, സഭയുടെ നന്മ കെടുത്തുന്ന, ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുന്നവരുടെ ആത്മീയ ആവേശത്തെ തകർക്കുന്ന, തീഷ്ണതയെ നശിപ്പിക്കുന്ന പ്രവണതകൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോകരുത്. എവിടെയെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായതിൻ്റെ പേരിൽ സമൂഹത്തിന് മുഴുവൻ, സഭയ്ക്ക് മുഴുവൻ, ലോകത്തിന് മുഴുവൻ വെളിച്ചം പകരുന്ന സഭയുടെ നന്മകളെ നാം കാണാതെ പോകരുത്. ആബേൽ ഇവിടെ കൊല്ലപ്പെടുന്നതാണ്, കായേൻ ഇവിടെ വർദ്ധിക്കുന്നതാണ് ഇന്നത്തെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന സഹോദരങ്ങളെ, നമുക്കൊരു തിരിഞ്ഞു നോട്ടത്തിന്, ഒരു തിരിച്ചറിവിന്, ഒരു തിരിച്ചു നടപ്പിന് സമയമായി. ജീവിത യാഥാർത്ഥ്യങ്ങളെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ കാണണം. ദൈവത്തിന് പ്രവർത്തിക്കാൻ പല മാർഗങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇവൻ അന്ധനായി ജനിച്ചു എന്ന ചോദ്യത്തിന് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രകടമാകേണ്ടതിനാണ് എന്ന് ഈശോ മിശിഹ മറുപടി പറയുമ്പോൾ, എന്തുകൊണ്ട് പലതും സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ഒന്നേ ഉള്ളൂ: ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രകടമാകേണ്ടതിനാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രകടമാകാൻ ഞാനും നിങ്ങളും ഉപകരണങ്ങളായി മാറണം. അത് നാം പ്രാർത്ഥിക്കണം. നാം ജനത്തിൻ്റെ നിലവിളിക്ക് ഉത്തരം കൊടുക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയണം. ദൈവത്തിൽ നിന്ന് അകലുന്ന ജനത്തെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ ദൈവം വഴികളൊരുക്കും. ദൈവജനം ഒരുമിച്ച് കൂടണം. ദൈവജനം പ്രാർത്ഥിക്കണം. വിശ്വാസത്തിൽ ജ്വലിക്കണം. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരാകണം. മക്കബായക്കാരുടെ 2-ാം പുസ്തകത്തിൽ ജെറൂസലേം ദേവാലയം ആക്രമിക്കപ്പെടുമ്പോൾ ദേവാലയത്തിലെ അമൂല്യമായ നിക്ഷേപങ്ങൾ കാത്തുസൂക്ഷിക്കുവാനായി
പ്രധാന പുരോഹിതനടക്കം ദൈവജനം മുഴുവൻ ഹൃദയഭേദകമായി കണ്ണുനീരോടും നെടുവേർപ്പോടും കൂടെ പ്രാർത്ഥിക്കുന്ന രംഗം നമ്മുടെയൊക്കെ ജീവിതത്തെ സ്വാധീനിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിക്ഷേപങ്ങൾ കാത്തുസൂക്ഷിക്കേണ്ടതിന് ദൈവത്തിന് മുമ്പിൽ ഹൃദയഭേദകമായി പ്രാർത്ഥിക്കുന്നൊരു ജനമാണ്. ഇന്ന് സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന അമൂല്യ നിക്ഷേപങ്ങളാണ് പരിശുദ്ധ കൂദാശകൾ. ഈ കൂദാശകളെയാണ് അവഗണിക്കുന്നത്. കാരണം ഈ നിക്ഷേപം കവർന്നെടുത്താൽ, കൂദാശകളെ കവർന്നെടുത്താൽ, കൂദാശയിൽ നിന്ന് ജനങ്ങളെ അകറ്റിയാൽ എളുപ്പത്തിൽ ജനത്തെ വഴിതെറ്റിക്കാനാവുമെന്ന് പിശാചിനറിയാം. നിക്ഷേപം തകർക്കാൻ, പരിശുദ്ധ കൂദാശകളിൽ നിന്ന്, പൗരോഹിത്യത്തിൽ നിന്ന് വിശ്വാസ സമൂഹത്തെ അകറ്റി നിർത്താൻ തന്ത്രപൂർവ്വം ശ്രമിക്കുന്ന തിന്മയുടെ കെണികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആബേൽ ഇവിടെ മരിക്കാൻ പാടില്ല. ആബേൽ ജ്വലിക്കണം. കായേൻ സംസ്കാരം ഉപേക്ഷിക്കപ്പെടണം. ഈ ഒരു വിളിയാണ് വചനം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കും തീരുമാനമെടുക്കാം. ഹൃദയഭേദകമായി, ഹൃദയം നുറുങ്ങി കർത്താവിനോട് പ്രാർത്ഥിക്കാം. ആബേലിലും അവൻ്റെ കാഴ്ചകളിലും സംപ്രീതനായ ദൈവമേ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങളിലും തിരുസഭയിലും ഞങ്ങളുടെ പ്രാർത്ഥനയിലും സംപ്രീതനാകണമേ. ആബേലിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് സംപ്രീതനായതുപോലെ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. കായേനെയും കായേൻ്റെ കാഴ്ചവസ്തുക്കളെയും കർത്താവെ അങ്ങേക്ക് സ്വീകാര്യമായില്ല എന്ന് വചനം പറയുമ്പോൾ ഈ കായേൻ ജ്വലനം സംഭവിക്കാതിരിക്കട്ടെ. നന്മയെ കൊല ചെയ്യുന്ന തിന്മയുടെ പ്രവണതകൾ പ്രബലപ്പെടാതിരിക്കട്ടെ. അതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കായേൻ സംസ്കാരം വളരരുത്. ആബേൽ സംസ്കാരം തകരരുത്. അതിന് ദൈവത്തിൻ്റെ അനന്തമായ കൃപയും സ്നേഹവും ലോകത്തിൻ്റെ മേൽ, വിശേഷിയ തിരുസഭയുടെ മേൽ നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ പ്രവർത്തികൾ പ്രകടമാകുക തന്നെ ചെയ്യും. നമ്മുടെ ബലി സ്വീകാര്യമായാൽ മതി. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ടൊരുങ്ങാം. കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. നമ്മുടെ എല്ലാ വേദനകളും നൊമ്പരങ്ങളും, പ്രത്യേകിച്ച് തിരുസഭയെക്കുറിച്ചുള്ള നമ്മുടെ ഉത്കണ്ഠകളും എല്ലാം കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തി കൊടുക്കാം. കർത്താവെ, ആബേലിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് സംപ്രീതനായല്ലോ. ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ദൈവത്തിന് പ്രീതികരമായ ബലിയർപ്പിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് കായേൻ ആബേലിനോട് കോപിച്ചു. ദൈവത്തിന് പ്രീതികരമായ ജീവിതശൈലി ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന വിശ്വാസത്തിൻ്റെ ദീപമേന്തുന്ന തിരുസഭയുടെ മേൽ അവിടുന്ന് കരുണയായിരിക്കണം. ദൈവത്തിന് പ്രീതികരമായ വഴികൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ കായേനെ പോലെ സഭയ്ക്കെതിരെ കോപം മൂട്ടി പ്രവർത്തിക്കുന്ന സകല തിന്മയുടെ ശക്തികളെയും കർത്താവെ അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ ഉയർത്തിത്തരുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രകടമാകാനാണ് ഇതെല്ലാം എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവമേ, അങ്ങയുടെ ഏകപുത്രനായ ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പരിശുദ്ധ സഭയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ നന്മകൾ കെടുത്താൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന ലക്ഷക്കണക്കിന് വിശുദ്ധരായ സഭാ ശുശ്രൂഷകരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിനൊരു തിരുത്തൽ ശക്തിയായി മാറുവാൻ, കർത്താവെ, ലോകത്തെ ശരിയെന്ന് എന്ന് പഠിപ്പിക്കുവാൻ സഭയെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ.
ലോകത്തിന്റെ ശരിയല്ല ദൈവത്തിന്റെ ശരിയെന്ന് ലോകം തിരിച്ചറിയട്ടെ. ലോകത്തിന്റെ ശരിക്കെതിരെ ദൈവത്തിന്റെ ശരി പഠിപ്പിക്കുന്ന സഭയെ തകർക്കുവാൻ താവേ സാത്താൻ ഒരുക്കുന്ന സകല കെണികളെയും അവിടുന്ന് തകർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി സകല വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്ന് സ്വർഗത്തിലെ സഭയോട് ചേർന്ന് ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന സഭാമക്കളോട് ചേർന്ന് ഈ ഭൂമിയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ വിശ്വാസികളോടും ചേർന്ന് കർത്താവേ, അങ്ങയുടെ പക്കലേക്ക് ഞങ്ങളുടെ അധരഫലങ്ങൾ ഉയർത്തിത്തന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ആബേലിലും അവന്റെ കാഴ്ചവസ്തുക്കളിൽ സംപ്രീതനായ ദൈവമേ, സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ സംപ്രീതനാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നരക കവാടങ്ങൾ ഒരിക്കലും പ്രബലപ്പെടാത്ത പരിശുദ്ധ സഭയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയെ കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മകളിൽ നിന്നും കെണികളിൽ നിന്നും കർത്താവേ സഭയെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 നമ്മുടെ നാഥൻ ഒലിവമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവമല